നല്ല കുടംപുളി ഇട്ട് വെച്ച നാടൻ മത്തിക്കറിയും നല്ല മത്തി പൊരിച്ചതും ഉണ്ടാക്കിയാലോ? ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കുക. ചെറിയ ഉള്ളി, സവാളയല്ല, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വഴറ്റിയെടുക്കുക. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും വഴറ്റുക. ഇനി തക്കാളി കുനുകുനാന്നരിഞ്ഞത് പച്ചമുളകും ചേർത്ത് വീണ്ടും വഴറ്റി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഉലുവപ്പൊടി ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ആദ്യം ഞാൻ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി നന്നായി വഴറ്റിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ. മുളക് പൊടിയും നന്നായി വഴറ്റണം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ചമണം മാറണം. ഇനി കുടംപുളി 2-3 കഷ്ണം ആവശ്യത്തിന്, പുളിയുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ള അത്രയും കുതിർത്തത് ചേർത്ത്, കറിവേപ്പിലയും ചേർത്ത്, പാകത്തിന് വെള്ളം ചേർത്ത്, ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞാൽ കഴുകി വെച്ച് മത്തി ചേർക്കുക. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ട നല്ല എരിവുള്ള മത്തിക്കറി തയ്യാർ. അവസാനം ഒരു നെട്ടോടുകൂടി 2 കറിവേപ്പില കൂടി ചേർക്കാം. മത്തി പൊരിക്കാനായിട്ട് ആദ്യം വരഞ്ഞു വയ്ക്കുക. തേയ്ക്കാനുള്ള അരപ്പിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ വെള്ളത്തിലോ വിനാഗിരിയിലോ ചേർത്തിളക്കി മത്തിയിൽ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ശേഷം പാൻ ചൂടാക്കി കറിവേപ്പില വിതറി മത്തി പൊരിച്ചെടുക്കാം. ഒരു കാരണവശാലും മല്ലിപ്പൊടി ചേർക്കരുത്. പൊടികളുടെ ഒന്നും കണക്കുകൾ ഞാൻ പറയുന്നില്ല. മീനിൻ്റെ എണ്ണവും തരവും ഒക്കെ അനുസരിച്ചാണ് പൊടികൾ ചേർക്കേണ്ടത്. നെയ്മീനിന് ചേർക്കേണ്ടതുപോലെയല്ലല്ലോ മത്തിക്ക് ചേർക്കേണ്ടത്. എരിവ് നന്നായി വേണ്ടവർക്ക് മുളക് പൊടി അധികം ചേർക്കാം. മല്ലിപ്പൊടിയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടിയാവാം. മഞ്ഞൾപ്പൊടി പക്ഷേ ഒന്നിനും കൂടാൻ പാടില്ല, കാരണം കുറച്ച് കയ്പ്പിറങ്ങും. നമ്മൾ എത്ര തവണ ഉണ്ടാക്കുന്നോ അത്രയും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് പാചകം. ഇഷ്ടത്തോടെ ചെയ്താൽ കൂടെ കൈപ്പുണ്യവും കിട്ടും. സ്വന്തമായി പാചകം ചെയ്ത് കഴിച്ചാൽ ഒരസുഖവും വരികയുമില്ല.